നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയം അതിന് ഒരു അതിർവരമ്പുകളില്ല എന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള പല കഥകളും പ്രണയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രണയകഥ പുറത്തേക്ക് വരുമ്പോൾ ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം കൂടെ തെളിയിക്കുകയാണ്. അതായത് പ്രണയം അസ്ഥിക്ക് പിടിച്ചതോടെ തന്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും മറന്ന് കുഞ്ഞിനെയും ഭർത്താവിനെയും ഒക്കെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കാമുകിയുടെ കഥ. മധ്യപ്രദേശിലെ ദിന്ദ് ജില്ലയിൽ നിന്നാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. മധ്യപ്രദേശിലെ ദിന്ദ് ജില്ലയിൽ കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം കവർച്ചാ നാടകം കളിച്ച 23 വയസ്സുകാരി പിടിയിലായിരിക്കുന്നു. ഈ 23 വയസ്സുകാരിയുടെ ഈ കവർച്ചാ നാടകം, കൊലപാതക ശ്രമമൊക്കെ പിടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് പോലീസിന്റെ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ്. അറ്റർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. പ്രതികളായ റൂബി, ഇവരുടെ കാമുകൻ വിശാൽ, വിമൽ എന്ന് പറയുന്ന 21 വയസ്സുകാരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കൊലപാതകത്തിൽ പങ്കാളിയായ മറ്റൊരാൾ ഒളിവിലാണെന്ന് ദിന്ദ് SP അസ്തീർ യാദവ് വ്യക്തമാക്കുന്നു. ധാർ ജില്ലയിൽ സമാനമായിട്ടുള്ള കേസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഭിന്ദിലും ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത്. ഏപ്രിൽ 8-നാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. മോട്ടോർ സൈക്കിളിൽ വരികയായിരുന്ന നീലേഷ് ജാദവ് എന്ന് പറയുന്ന 27 വയസ്സുകാരനായ യുവാവിന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിലിട്ട് അജ്ഞാതനായ ഒരാൾ കവർച്ചക്കാരൻ എത്തുന്നു. അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ജംനം നഗരത്തിൽ നിന്ന് ഖാരിഗയിലേക്ക് മടങ്ങുന്നതിനിടെ റിഡോലി ഖാരിഗ റോഡിൽ വച്ച് തന്റെ ബാഗ് താഴെ വീണു എന്ന് റൂബി പോലീസിന് മൊഴി നൽകി. അല്ലെങ്കിൽ അവിടെ വെച്ചാണ് നാടകത്തിന് തുടക്കം കുറിക്കുന്നത്. ബാഗ് എടുക്കാനായി ഭർത്താവ് ബൈക്ക് നിർത്തിയ സമയത്ത് പിന്നാലെ എത്തിയ 2 അജ്ഞാതർ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നായിരുന്നു ആദ്യം ഈ ഭാര്യയുടെ വാദം. അജ്ഞാതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ കള്ളി വെളിച്ചത്തായി. അന്വേഷണത്തിനിടയിൽ റൂബിയുടെ മൊഴിയിൽ ചില സംശയങ്ങൾ തോന്നിയ പോലീസ് റൂബിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ ആ കള്ളനാടകം പൊളിഞ്ഞു. കഥയുടെ ചുരുളഴിഞ്ഞു. റൂബിയും ബന്ധുവായ വിമലും കഴിഞ്ഞ 7 വർഷമായി പ്രണയത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി വാട്സപ്പ് കോളുകളിലൂടെയും ചാറ്റുകളിലൂടെയും ഇവർ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തി. ഭർത്താവ് തങ്ങളുടെ ബന്ധത്തിന് തടസ്സമാകുമെന്ന് തോന്നിയപ്പോഴാണ് കൊലപാതകത്തിന്റെ തീരുമാനമെത്തുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഭർത്താവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നു. അതിനുശേഷം റൂബി മനഃപൂർവ്വം ബാഗ് താഴേക്കിടുന്നു. ബൈക്ക് നിർത്തിയ സമയം പിന്നാലെ എത്തിയ വിമലും കൂട്ടാളികളും ചേർന്ന് നീലേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രതികളിൽ നിന്ന് 12 ബോർ നാടൻ തോക്കും, തിരകൾ, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക്, മൊബൈൽ ഫോണുകൾ എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ സഹായിച്ച രാജേഷ് കുഷ്യഹർ എന്നയാൾക്കെതിരെ തിരച്ചിൽ നടക്കുകയാണ്. സമാനമായ രീതിയിൽ ധാർ ജില്ലയിലും ഒരു യുവതി കാമുകനൊപ്പം ചേർന്ന് കൊട്ടേഷൻ നൽകി ഭർത്താവിനെ കൊലപ്പെടുത്തിയതായിട്ടാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഇതിന്റെ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്.